2022 ഖത്തർ വേൾഡ് കപ്പിൽ അർജന്റീന ലോകം വിജയിക്കുമ്പോൾ ഫുട്ബോൾ ലോകം ഉറ്റുനോക്കിയ അർജന്റീൻ ഡിഫൻസിനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ജീവൻ പോലും പണയം വെച്ച് രാജ്യത്തിനായി പോരാടിയവർ. കണക്ക് പുസ്തകങ്ങളിൽ മറ്റുള്ള രാജ്യങ്ങളുടെയും മറ്റു സ്ക്വാഡുകളുടെയും ഡിഫൻസ് ലൈൻ മാർക്കറ്റ് മൂല്യത്തിൽ അർജന്റീനയേക്കാൾ മികച്ചതായിരിക്കാം. പക്ഷേ 2022 ഖത്തർ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതെന്താണ്? രാജ്യത്തിനായി രക്തമൊഴുക്കാൻ പോലും മടിയില്ലാത്ത അർജന്റീനയുടെ ഡിഫൻസ് ലൈനിനെയാണ്. സ്കലോണി പടുത്തുയർത്തിയ അർജന്റീനയുടെ ഡിഫൻസ് സ്ക്വാഡിനെ തകിടം മറിഞ്ഞു പോകുന്ന പല മത്സരങ്ങളുടെയും ഗതി തന്നെ മാറ്റിമറിച്ചത് അർജന്റീനക്കാരുടെ പ്രതിരോധ ഭടന്മാരായിരുന്നു. എത്ര മത്സരങ്ങളിൽ പന്തിനു വേണ്ടി അഗ്രസീവ് എൻട്രി നടത്തുന്ന അർജന്റീൻ താരങ്ങൾക്ക് എതിരാളികളുടെ ബൂട്ടോ ചവിട്ടോ ഒന്നും ഭയമില്ലാതെ ഓരോ പന്തിനെയും നേരിട്ടു. ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഒരേ സമയം തകർക്കാൻ ശേഷിയുള്ള അർജന്റീനയുടെ S-22 എയർ ഡിഫൻസ് സിസ്റ്റം ഓപ്പറേഷൻ ഖത്തർ നമ്മൾ കണ്ടതല്ലേ? ഇത്തവണ സ്കലോണിപ്പട ആ സിസ്റ്റവും കൊണ്ട്, അതിൽ രാഗ്യമിനുക്കി മൂർച്ചയാക്കിയ സിസ്റ്റവും കൊണ്ട് 2026 വേൾഡ് കപ്പിലേക്ക് കാലെടുത്തു വെക്കുകയാണ്. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ക്രിസ്റ്റ്യാനോ റൊമേറോയെ സ്കലോണി പ്രതിഷ്ഠിക്കും. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അഗ്രസീവ് ഫ്രണ്ട് ഫുട്ട് ഡിഫൻസിംഗ് ആണ്. എതിരാളി പന്ത് സ്വീകരിക്കുന്ന നിമിഷത്തിൽ തന്നെ സമ്മർദ്ദം ചെലുത്തുക, ഉടൻ തന്നെ പന്ത് റിക്കവർ ചെയ്യുക, എതിരാളികളുടെ മുന്നേറ്റങ്ങൾ വളരാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് ശക്തമായ ടാക്കിളുകളും ഡിവൽസുകളും ജയിക്കാനുള്ള ആത്മവിശ്വാസവും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു. എന്നാൽ ഇതേ അഗ്രസീവ് ശൈലി ചിലപ്പോൾ ഫൗളുകളിലേക്കും കാർഡുകളിലേക്കും നയിക്കാറുണ്ട്. പക്ഷേ 2022 ഖത്തർ വേൾഡ് കപ്പിൽ നമ്മൾ എന്താണ് കണ്ടത്? എതിർ മുന്നേറ്റ നിരക്കാരെ തന്റെ ചങ്ങലപ്പൂട്ടിട്ട് പൂട്ടുകയായിരുന്നു ക്രിസ്റ്റ്യാനോ റൊമേറോ 2022. മറ്റൊരുത്തൻ ക്രിസ്റ്റ്യാനോ റൊമേറോയുടെ കൂട്ട് ലിസാൻഡ്രോ മാർട്ടിനസ് ആണ്. മാർട്ടിനസിന്റെ പ്രധാന ശക്തി പന്തുമായി കളിക്കാനുള്ള കഴിവ് തന്നെയാണ്. ഇടതുകാലിൽ നിന്ന് കൃത്യമായ പ്രോഗ്രസീവ് പാസുകൾ നൽകാനും പിന്നിൽ നിന്ന് ആക്രമണം കെട്ടിപ്പടുക്കാനും അദ്ദേഹത്തിന് സാധിക്കും. കുറിച്ച് ഒരുപാട് പരിഹാസ വാക്കുകൾ അയാൾ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ കൃത്യതയാർന്ന ടൈമിങ്ങും പൊസിഷനിങ്ങും എയർ ഡ്യുവലുകളിലെ ശക്തമായ വിജയവും ഫുട്ബോൾ ലോകം കൈയടിച്ചു. അത് 2022 ഖത്തർ വേൾഡ് കപ്പിൽ ഏറ്റവും മനോഹരമായി ചെയ്യുകയും ചെയ്തു. ഇതാ അയാൾ മറ്റൊരു വേൾഡ് കപ്പിന് കൂടി അർജന്റീനയുടെ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ഇരുന്നു കൊണ്ട് വരികയാണ്. ഇനി പറയുന്നത് അർജന്റീനയുടെ വലിയേട്ടനെ കുറിച്ചാണ്, നിക്കോളാസ് ഒട്ടമെൻഡിയുടെ ഏറ്റവും വലിയ സമ്പത്ത് അനുഭവമാണ്. പ്രതിരോധ നിരയെ ഓർഗനൈസ് ചെയ്യുന്നതിൽ ശരിയായ പൊസിഷൻ എടുക്കുന്നതിലും അദ്ദേഹത്തിന്റെ പരിചയം അർജന്റീനക്ക് പല മത്സരങ്ങളിലും സഹായകരമായിട്ടുണ്ട്. കഴിഞ്ഞു പോയ 22 വേൾഡ് കപ്പിൽ അർജന്റീനക്കായി മിന്നും പ്രകടനമാണ് താരം നടത്തിയത്. ഇത്തവണയും പ്രായം നോക്കിയില്ല. സ്കലോണി അദ്ദേഹത്തെ സെൻട്രൽ ബാക്ക് പൊസിഷൻ പല മത്സരങ്ങളും ഏൽപ്പിക്കുമെന്ന് ഒരു സംശയവും കൂടാതെ നമ്മൾക്ക് പറയാനാകും. അർജന്റീൻ ഡിഫൻസിലെ വലിയേട്ടൻ ഇത്തവണയും വേൾഡ് കപ്പിനെത്തുന്നുണ്ട്. മറ്റൊരാൾ സ്കലോണിയുടെ പ്രിയപ്പെട്ട താരം നൗഹേൽ മൊളീനയാണ്. ഒരു ഫുൾ ബാക്ക് എന്നതിലുപരി ഒരു മികച്ച വിങ്ങറുടെ മനോഭാവമുള്ള ഡിഫൻഡർ. മൊളീനോയുടെ ഏറ്റവും വലിയ ശക്തി അദ്ദേഹത്തിന്റെ മുന്നേറ്റങ്ങളാണ്. റൈറ്റ് ഫ്ലാങ്കിലൂടെ തുടർച്ചയായി ഓവർലാപ്പ് ചെയ്ത് ആക്രമണത്തിന് വീതിയും വേഗതയും നൽകാൻ അദ്ദേഹത്തിന് സാധിക്കും. 2022 വേൾഡ് കപ്പിൽ അദ്ദേഹം മുന്നേറ്റത്തിലും പ്രതിരോധത്തിലും നൽകിയ സംഭാവനകൾ വളരെ വലുത് തന്നെയാണ്. ഇത്തവണയും അർജന്റീനയുടെ റൈറ്റ് ഫ്ലാഗിൽ അദ്ദേഹം നിലയുറപ്പിക്കും. ഇനി മറ്റൊരാൾ ഇടതുവിങ്ങിൽ അർജന്റീൻ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അർജന്റീനയുടെ ലെഫ്റ്റ് ബാക്ക് നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയാണ്. പലപ്പോഴും കാണികളെ ആകർഷിക്കുന്ന താരമല്ല, പക്ഷേ പരിശീലകർക്ക് വിശ്വാസത്തോടെ ടീമിലിറക്കാൻ കഴിയുന്ന ഡിഫൻഡറാണ് അദ്ദേഹം. അച്ചടക്കമുള്ള പൊസിഷനിങ്, സ്ഥിരതയാർന്ന പ്രതിരോധം, അവസാന നിമിഷം വരെ പോരാടുന്ന മനോഭാവം, ഇതെല്ലാം ടാഗ്ലിയാഫിക്കോയുടെ പ്രധാന വിശേഷങ്ങളാണ്. ആക്രമണത്തിൽ സഹായിക്കുമെങ്കിലും അദ്ദേഹത്തിന്റെ ആദ്യ പരിഗണന എപ്പോഴും ഡിഫൻസ് ഉറപ്പാക്കുക എന്ന വലിയ ദൗത്യമാണ്. അത് ഈ വേൾഡ് കപ്പിലും അർജന്റീനക്കായി അദ്ദേഹം ചെയ്തിരിക്കും. മറ്റൊരുത്തൻ ഗോൺസലോ മോണ്ടിയലാണ്. എപ്പോഴും ഒരു ബാക്കപ്പ് പൊസിഷനായി സ്ക്വാഡിലുണ്ടെങ്കിൽ പരിശീലകർക്ക് സമാധാനം നൽകുന്ന താരങ്ങളിൽ ഒരാൾ. റൈറ്റ് ബാക്കായും വിങ് ബാക്കായും കളിക്കാൻ കഴിവുള്ള മോണ്ടിയലിന്റെ പ്രധാന പ്രത്യേകത ടാക്ടിക്കൽ അച്ചടക്കമാണ്. കോച്ചിന്റെ നിർദ്ദേശങ്ങൾ എന്തോ അത് കൃത്യമായി കളത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ താരത്തിന് സാധിക്കുമെന്ന് 2022 ഖത്തർ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ്. 2026 വേൾഡ് കപ്പിനെത്തുന്ന അർജന്റീൻ ടീമിൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഗോൺസലോ മോണ്ടിയൽ നിലയുറപ്പിക്കും. ഇനി മറ്റൊരാൾ സ്കലോണി വേൾഡ് കപ്പിലേക്ക് കരുതി വെച്ചിരിക്കുന്ന ഫക്കുണ്ടോ മെദീനയാണ്. ഒന്നിലധികം റോളുകൾ ഉപയോഗിക്കാവുന്ന ബഹുമുഖ ഡിഫൻഡർ. ലെഫ്റ്റ് ബാക്കായും വേണമെങ്കിൽ സെൻട്രൽ ബാക്കായും കളിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ വലിയ പ്രത്യേകതയാണ്. ഇടതുകാലിൽ നിന്ന് പന്ത് മുന്നോട്ട് കൊണ്ടുപോകാനും സമ്മർദ്ദങ്ങൾ മറികടന്ന് പാസ് നൽകാനും കഴിവുണ്ട്. ഫിസിക്കൽ ഡ്യൂവലുകളിലും ശക്തമായി ഇടപെടുന്ന ശൈലിയാണ് നിലവിൽ ഫക്കുണ്ടോ മെദീനയുടേത്. വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള ഫ്രണ്ട്ലി മത്സരത്തിൽ പരിശീലകനായ ലാനൽ സ്കലോണി ഏറ്റവും കൂടുതൽ പ്ലേയിങ് ടൈം നൽകിയതും
ഫക്കുണ്ടോ മെദീനക്കാണ്. സ്കലോണി എന്ന ഡിഫൻഡർക്ക് എങ്ങനെ തൻ്റെ ഡിഫൻസിനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യണമെന്ന് അദ്ദേഹം കൃത്യമായി പഠിച്ചിട്ടുണ്ട്. ഇത്തവണയും വേൾഡ് കപ്പിന് അർജന്റീനയ്ക്ക് വേണ്ടി ജീവൻ നൽകാനും തയ്യാറായ ഒരു ശക്തമായ ഡിഫൻസ് ലൈൻ അർജന്റീനക്കുണ്ട്. കാത്തിരിക്കുക, അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളും ഇനിയും പിറക്കും. അർജന്റീന ഈ വേൾഡ് കപ്പിൽ കിരീടം നിലനിർത്തുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഓരോ അർജന്റീന ആരാധകരും. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം.